2020-24 കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ വേഗത്തെ പിടിച്ചുകെട്ടിയ കോവിഡ് മഹാമാരി കവർന്നെടുത്ത 2 വർഷങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പ്രളയശേഷമുള്ള പരീക്ഷാ പ്രശ്നങ്ങളും തുടർന്ന് 2 വർഷത്തെ കോവിഡ് നിയന്ത്രണങ്ങളുമെല്ലാം നിലനിൽക്കെ ഡോക്ടർ M.K. ജയരാജ് കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റു. പ്രതിസന്ധികൾക്കിടയിലും അക്കാദമിക് കാര്യങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വൻ കുതിപ്പുണ്ടായ കാലമാണ് ഡോക്ടർ M.K. ജയരാജ് വൈസ് ചാൻസലറായിരുന്ന 4 വർഷം. നിശബ്ദമായും എന്നാൽ നിശ്ചയദാർഢ്യത്തോടെയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഗവേഷണ പദ്ധതികൾക്കും അക്കാദമിക് കാര്യങ്ങൾക്കുമാണ് അദ്ദേഹം പ്രധാന പരിഗണന നൽകിയത്. ക്യാമ്പസ് പഠന വകുപ്പുകളിൽ പുതിയ കോഴ്സുകൾ ആരംഭിച്ചതും അതിവേഗം പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതും ആദ്യമായി ഗ്രാജുവേഷൻ സെറിമണി നടത്തിയതും ടോപ്പേഴ്സ് അവാർഡ് നൽകിയതും വർഷങ്ങളായി ഒഴിഞ്ഞുകിടന്ന സ്ഥിര അധ്യാപക ഒഴിവുകൾ നികത്തിയതും NAAC A+ ഗ്രേഡ് നേട്ടവുമെല്ലാം ഇതിൽ ചിലതു മാത്രം. ഗവേഷണ ഡയറക്ടറേറ്റിന്റെ സാരഥ്യവും പരീക്ഷാഭവന്റെ ചുമതലയും ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കൊപ്പം പ്രവർത്തിച്ച പ്രസന്നവദനമാണ് പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ M. നാസർ. 2024 ജൂലൈ 12 ഔദ്യോഗിക പദവിയിൽ കാലാവധി പൂർത്തിയാക്കുന്ന ഇരുവരുടെയും നേതൃത്വത്തിൽ സർവകലാശാല ചരിത്രത്തിൽ ഇടം നേടിയ മുഹൂർത്തങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. NAAC പരിശോധനയിൽ 3.45 പോയിന്റോടെ A+ ഗ്രേഡ്. 4ാം വട്ടം NAAC പരിശോധന പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ സർവകലാശാല. ചെതലയം ITSR, തൃശൂരിലെ ഡോക്ടർ ജോൺ മത്തായി സെന്റർ എന്നിവിടങ്ങളിൽ 4 വർഷ ബിരുദ കോഴ്സുകൾ. ഉറുദു പഠന വകുപ്പ് ആരംഭിച്ചു. താളിയോല ഗ്രന്ഥപുരയിൽ എപ്പിഗ്രാഫി മാനുസ്ക്രിപ്റ്റോളജി കോഴ്സ്. 3 പഠന വകുപ്പുകളിൽ പ്രോജക്ട് മോഡ് കോഴ്സുകൾ. റഷ്യൻ ആൻഡ് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ പഠന വകുപ്പിൽ വിദേശ ഭാഷകളിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. CDMRPയിൽ യുനെസ്കോ ചെയർ ഫോർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസബിലിറ്റി മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ സ്റ്റഡീസ്. ITSRൽ യുനെസ്കോ ചെയർ ഫോർ ഇൻഡിജിനസ് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിന് UGC അംഗീകാരം പുനഃസ്ഥാപിച്ചു. സർവകലാശാല B.Ed കേന്ദ്രങ്ങൾക്ക് NCTE അംഗീകാരം പുനഃസ്ഥാപിച്ചു. ഉത്തരക്കടലാസുകളിൽ ബാർ കോഡിംഗ് സമ്പ്രദായം. പരീക്ഷാ നടത്തിപ്പും ഉത്തരക്കടലാസുകളുടെ സൂക്ഷിപ്പും വേഗത്തിലാക്കാൻ സെന്റർ ഫോർ എക്സാം ഓട്ടോമേഷൻ മാനേജ്മെന്റ് നിലവിൽ വന്നു. കേരളത്തിലെ സർവകലാശാലകളിലെ ആദ്യത്തെ ഇന്റർനെറ്റ് റേഡിയോ ആയ റേഡിയോ CUവിന്റെ പ്രക്ഷേപണ പ്രഖ്യാപനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമെല്ലാം അവസരങ്ങൾ നൽകിക്കൊണ്ട് വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ ഉള്ളടക്കങ്ങളിലൂടെ കേട്ടുകേട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് റേഡിയോ CU. വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനായി രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സ്റ്റുഡന്റ് സർവീസ് സെന്ററായ സുവേഗ പ്രവർത്തനം തുടങ്ങി. വിദ്യാർത്ഥികൾക്ക് സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനായി പരീക്ഷാഭവനിൽ സ്റ്റുഡന്റ് സർവീസ് ഹബ് തുറന്നു. സർവകലാശാല ക്യാമ്പസിൽ അഡൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്റർ സ്ഥാപിക്കുന്നതിന് അഡൽ ഇന്നൊവേഷൻ മിഷന്റെ 2.5 കോടി രൂപ സാമ്പത്തിക സഹായത്തിന് കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പേഴ്സ് പ്രൊമോഷൻ ഓഫ് യൂണിവേഴ്സിറ്റി റിസർച്ച് ആൻഡ് സയന്റിഫിക് എക്സലൻസ് പദ്ധതിയിൽ 10.78 കോടി രൂപയുടെ ഗവേഷണ സാമ്പത്തിക സഹായം. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഏർപ്പെടുത്തി. ഗവേഷക പദ്ധതികൾ തുടങ്ങാനായി പുതിയ ഫാക്കൽറ്റികൾക്ക് സീഡ് മണി അനുവദിച്ചു. പഠന വകുപ്പുകളിൽ ക്ലാസുകൾ എടുക്കാൻ പ്രഗത്ഭരായ വിസിറ്റിംഗ് പ്രൊഫസർമാരെ നിയമിച്ചു. ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചുകൾക്ക് 5 കോടി രൂപ റിസർച്ച് ഗ്രാന്റ്. അർഹതയുള്ള സ്വാശ്രയ കോളേജുകളിൽ ഗവേഷണ കേന്ദ്രങ്ങൾ അനുവദിച്ചു. സംയുക്ത ഡബിൾ PhD ഡിഗ്രിക്ക് ജർമ്മൻ സർവകലാശാലയുമായി ധാരണ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നൂതനാശയ വികസനത്തിനും സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സെന്റർ ഫോർ ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. സർവകലാശാല എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ
ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. ബൗദ്ധിക സ്വത്തവകാശ നടപടികളും പേറ്റന്റ് ഫയലിംഗും വേഗത്തിലാക്കാൻ IPR സെൽ. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, എക്സ്പോർട്സ് ഫോറം എന്നിവയുമായി സഹകരിച്ച് NABL അംഗീകാരത്തോടു കൂടിയ പരിശോധനാ ലാബ് സജ്ജമാക്കാൻ നടപടി തുടങ്ങി. ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ ലേണിംഗ് കണ്ടന്റ് നിർമ്മിച്ചതിന് 2019-21 വർഷത്തെ കേരള സംസ്ഥാന ലേണിംഗ് അവാർഡ് EMMRC കരസ്ഥമാക്കി. സർവകലാശാല സസ്യോദ്യാനത്തിനും ബോട്ടണി പഠന വകുപ്പിലെ ഹെർബേറിയത്തിനും ദേശീയ അംഗീകാരം. പ്രഗതി 2023 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വികസന പദ്ധതികൾ. UGC NAC അംഗീകാര പരിശോധനയിൽ A+ ഗ്രേഡ് ലഭിച്ചതിന്റെ ആഹ്ലാദം പങ്കിടാനായി സർവകലാശാല സംഘടിപ്പിച്ച ആഘോഷ പരിപാടി മുദിത. 2024 ജൂൺ മാസത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു സർവകലാശാല ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ. പുതിയ ഡേ കെയർ, ത്രിഗുണ സെൻ അറീന. ചെറുതും വലുതുമായ ഇതിലേറെ നേട്ടങ്ങൾ സർവകലാശാല ക്യാമ്പസിൽ ഇന്ന് നേരിട്ടറിയാനാകും. കാലിക്കറ്റ് സർവകലാശാലയെ പുരോഗതിയുടെ അതിവേഗ പാതയിലേക്ക് നയിച്ച ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ M.K. ജയരാജ്, ബഹുമാനപ്പെട്ട പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ M. നാസർ എന്നിവർക്ക് നിറഞ്ഞ കയ്യടികൾ.